നാർസിസ്റ്റ് കാരണം അവരുടെ വിക്ടിം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഞാൻ അവയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഒരു നാർസിസ്റ്റിനോടൊപ്പമുള്ള ജീവിതം ഒരു യുദ്ധകളത്തിൽ നിൽക്കുന്നത് പോലെയാണ്. അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവർക്ക് കുഴപ്പമുണ്ട് എന്ന് അവർ സമ്മതിക്കില്ല. മുഖംമൂടി അണിഞ്ഞ വേട്ടക്കാരാണിവർ. നിങ്ങളുടെ ആത്മവിശ്വാസത്തെയാണ് അവർ കൊന്നുകളയുന്നത്. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അവർ നിങ്ങളെ വിശ്വസിപ്പിക്കും. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പോലും അവർ പറഞ്ഞു വയ്ക്കും. നിങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴികളും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അവരെ മാറ്റിയെടുക്കുന്നത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും പ്രാധാന്യം നൽകുക. ഒരു വിക്ടിമിന്റെ കഷ്ടപ്പാട് നാം അറിയാതെ പോകുന്നു. ഒരു നാർസിസ്റ്റിന്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ ചെയ്യേണ്ട ചില പ്രാക്ടീസുകൾ വിദഗ്ധർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത്, നിങ്ങളുടെ ഇമോഷൻസിന് മേലുള്ള അവരുടെ കൺട്രോൾ കട്ട് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ് വെച്ചാണ് അവർ കളിക്കുന്നത്. നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും നിങ്ങളെ കൊണ്ട് പൊട്ടിത്തെറിപ്പിക്കും. രണ്ടാമത്തേത്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബ്ലെയിം ചെയ്താലും ബ്ലെയിം ഷിഫ്റ്റ് ചെയ്താലും പ്രകോപിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും ഗ്യാസ് ലൈറ്റിംഗ് നടത്തിയാലും ഞാൻ എന്റെ ഈ ബൗണ്ടറിക്ക് അപ്പുറം വരില്ല എന്നത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഒക്കെ നേരത്തെ തന്നെ ലവ് ബോംബിങ്ങിലൂടെ അകറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് സോഷ്യൽ ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 3, നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുക. നിങ്ങൾക്കൊരു വിലയില്ലാത്ത ആളായി തോന്നും. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന തോന്നൽ വരും. ആവർത്തിച്ച് കുറ്റപ്പെടുത്തി നിങ്ങളുടെ എനർജി എല്ലാം അവർ ചോർത്തിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വെറും ഒരു ഷെല്ല് മാത്രമായിരിക്കും. ആ ഷെല്ലിൽ നിന്ന് പഴയ വ്യക്തിയായി വരാൻ ശ്രമിക്കണം. 4, ലെറ്റ് ഗോ ദ പെയിൻ. നിങ്ങളുടെ വേദനകൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളെല്ലാം നിങ്ങളൊരു പേപ്പറിൽ എഴുതി കത്തിച്ചു കളയുക. ലവ് ബോംബിങ്ങിലൂടെയും മിററിങ്ങിലൂടെയും മാനിപ്പുലേഷനിലൂടെയും ഒക്കെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അത് പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ പാടായിരിക്കും. അവസാനത്തേത്, പൂർണ്ണമായി വിട്ടുകളയുക, എന്നിട്ട് മുന്നോട്ട് പോവുക. റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക. ഇത്തരം പ്രാക്ടീസുകളൊക്കെ ചെയ്ത് മനസ്സിനെ ഒരുവിധം ശാന്തമാക്കി വരുമ്പോഴായിരിക്കും എനിക്കാരുമില്ല, എനിക്കാരും ഒരു വിലയും തരുന്നില്ല, എല്ലാവരും എന്നെ ഉപയോഗിച്ചു, ഞാൻ എല്ലാം സഹിച്ച് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒരു വിക്ടിമാവാനുള്ള ശ്രമം അവർ നടത്തും. മുതലക്കണ്ണീർ പൊഴിക്കും. ഇതിലൊന്നും പിന്നീട് നിങ്ങൾ വീണുപോകരുത്. നിങ്ങൾ ഒന്നോർക്കണം, അടിസ്ഥാനപരമായി ഒരു നാർസിസ്റ്റ് ഒരു ഭീരുവാണ്. അവർ ഏറ്റവും ഭയപ്പെടുന്നത് അവർ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന കൃത്രിമ പ്രതിച്ഛായ തകർന്നു വീഴുമോ എന്ന ഭയം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. കരുത്തരായ വ്യക്തികളെ അവർ തൊടില്ല.